വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ആനുകാലിക ചോദ്യങ്ങൾ, അതായത് കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപണ വാഹനം ഏതായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട ഉണ്ടല്ലോ, അതിന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? USSRന്റെ കോസ്മോസ് 3M. ഏതാണ്? USSRന്റെ കോസ്മോസ് 3M. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ അല്ലല്ലോ, എന്താണ് ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ചോദിക്കാൻ കാരണം? കാരണമുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട എന്നാ വിക്ഷേപിച്ചേ? 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ചത്. ഈ 2025 ഏപ്രിൽ 19 ആര്യഭട്ട വിക്ഷേപിച്ചതിന്റെ 50ാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. അപ്പൊ നമ്മളോട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19, വിക്ഷേപണ വാഹനം കോസ്മോസ് 3M, 2025 ഏപ്രിൽ 19 അതിന്റെ 50ാം വാർഷികം നമ്മൾ ആഘോഷിച്ചു. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്തത്, പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യത്തെ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖം. പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായിട്ട് രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തുറമുഖം എന്ന് പറയുന്ന പദവി ലഭിച്ചത് ഏത് തുറമുഖത്തിനാണ്? വിഴിഞ്ഞം തുറമുഖത്തിനാണ്. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഫോട്ടോ പകർത്തിയ ഫോട്ടോഗ്രാഫർ ആരാണ് എന്നാണ് അടുത്ത ചോദ്യം. പാലസ്തീൻ ഫോട്ടോഗ്രാഫർ ആയ സമർ അബു എലൂഫ് ആണ്. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഫോട്ടോ പകർത്തിയ ഫോട്ടോഗ്രാഫർ ആരാണ്? അദ്ദേഹം പാലസ്തീൻ ഫോട്ടോഗ്രാഫർ ആണ്, സമർ അബു എലൂഫ്. എന്താണ്? സമർ അബു എലൂഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഓർത്തു വയ്ക്കുക. 59ാം ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? വിനോദ് കുമാർ ശുക്ല. 59ാം ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് വിനോദ് കുമാർ ശുക്ല. ഇന്ത്യൻ പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളവും പെൻഷനും ഉയർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈയിടെ വർദ്ധിപ്പിച്ചത് എങ്ങനെയാണ് വർദ്ധിപ്പിച്ചത്? പ്രതിമാസ ശമ്പളം 1,00,000-ൽ നിന്ന് 1.24 ലക്ഷമായി ഉയർത്തി. പ്രതിമാസ പെൻഷൻ 25,000 രൂപയായിരുന്നത് 31,000 രൂപയായി ഉയർത്തി. അപ്പൊ ഇന്ത്യൻ പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളവും പെൻഷനും ഉയർത്തിയത് എങ്ങനെയാണ്? പ്രതിമാസ ശമ്പളം 1,00,000-ൽ നിന്ന് 1.24 ലക്ഷമായും പ്രതിമാസ പെൻഷൻ 25,000 രൂപയിൽ നിന്ന് 31,000 രൂപയായും ഉയർത്തി എന്ന് പഠിക്കണം. അടുത്തിടെ അന്തരിച്ച അമേരിക്കയുടെ ഹെവി വെയ്റ്റ് ബോക്സിംഗ് താരം ആരാണ്? ജോർജ് ഫോർമാൻ ആണ്. അടുത്തിടെ അന്തരിച്ച അമേരിക്കയുടെ ഹെവി വെയ്റ്റ് ബോക്സിംഗ് താരം ജോർജ് ഫോർമാൻ. അപ്പൊ നമ്മളോട് ചോദിക്കുക എങ്ങനെയൊക്കെയായിരിക്കും, ജോർജ് ഫോർമാൻ ഏത് രീതിയിൽ പ്രശസ്തി നേടിയ താരമാണ് നമുക്ക് ചോദിക്കാം കേട്ടോ. ജോർജ് ഫോർമാൻ അല്ലെങ്കിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കാം. ഹെവി വെയ്റ്റ് ബോക്സിംഗ് താരമാണ് അദ്ദേഹം എന്നോർക്കുക. 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികത്തോട് അനുബന്ധിച്ച് ഒരു പുസ്തകം പുറത്തിറക്കി. ഏതാണ് ആ പുസ്തകം? ഹോക്കി ചരിത്രകാരൻ കെ അറുമുഖവും മാധ്യമ പ്രവർത്തകനായ എറോൾ ഡിക്രൂസും ചേർന്ന് രചിച്ച മാർച്ച് ഓഫ് ഗ്ലോറി എന്നതാണ് പുസ്തകം. 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികത്തോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? ഹോക്കി ചരിത്രകാരനായ കെ അറുമുഖവും മാധ്യമ പ്രവർത്തകനായ എറോൾ ഡിക്രൂസും ചേർന്ന് രചിച്ച മാർച്ച് ഓഫ് ഗ്ലോറി എന്നതാണ് ആ പുസ്തകം. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് നടത്തുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് നടത്തുന്നത് കൊച്ചിയിലാണ്. എവിടെയാണ്? കൊച്ചിയിൽ. ലോക ജലദിനം 2025 ലോക ജലദിനത്തിന്റെ ദിനാചരണ വിഷയം എന്തായിരുന്നു? ഗ്ലേസിയർ പ്രിസർവേഷൻ.
2025 ലോക ജല ദിനാചരണ വിഷയം എന്തായിരുന്നു? ഗ്ലേസിയർ പ്രിസർവേഷൻ എന്നതായിരുന്നു. 2025 ലോക സന്തോഷ റിപ്പോർട്ട് അഥവാ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 118. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ പൊസിഷൻ 118 സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ച് ലോകത്തെ അറിയിച്ച ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ സർ ജോൺ മാർഷലിന്റെ പൂർണ്ണകായ പ്രതിമ എവിടെയാണ് അനാച്ഛാദനം ചെയ്തത്? ചെന്നൈ എഗ്മോർ ഗവൺമെന്റ് മ്യൂസിയം സമുച്ചയത്തിലാണ്. സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ച് ലോകത്തെ അറിയിച്ച ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ സർ ജോൺ മാർഷലിന്റെ പൂർണ്ണകായ പ്രതിമ എവിടെയാണ് അനാച്ഛാദനം ചെയ്തത്? ചെന്നൈ എഗ്മൂർ ഗവൺമെന്റ് മ്യൂസിയം സമുച്ചയത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർച്ച് 16 അന്തരിച്ച മുൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ കൂടിയായ ഒഡിയ കവി ആരാണ്? രമാകാന്ത് രഥാണ്. മാർച്ച് 16 അന്തരിച്ച 2025 മാർച്ച് 16 അന്തരിച്ച മുൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ കൂടിയായ ഒഡിയ കവി ആരാണ്? രമാകാന്ത് രഥ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അടുത്തത്, ഈയിടെ അന്തരിച്ച മലയാള ചലച്ചിത്ര ഗാന രചയിതാവിന്റെ പേരെന്ത്? മാങ്കൊമ്പ് രാധാകൃഷ്ണൻ. ഈയിടെ അന്തരിച്ച മലയാള ചലച്ചിത്ര ഗാന രചയിതാവ് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരി ആരാണ്? നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യക്കാരി ആരാണ്? ഗായത്രി ചക്രവർത്തി സ്പിവാക്. ഗായത്രി ചക്രവർത്തി സ്പിവാക് ആണ് കേട്ടോ. ഗായത്രി ചക്രവർത്തി സ്പിവാക്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ പേര് എന്താണ്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിപാടി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നതാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ബുക്ക് വൈൻഡിംഗ് മെഷീൻ നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യത്തെ ബുക്ക് വൈൻഡിംഗ് മെഷീൻ നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് പുതിയ പ്രസിഡന്റ്? അവര് ആദ്യത്തെ വനിതാ അധ്യക്ഷ കൂടിയാണ്. അവരുടെ പേര് ക്രിസ്റ്റി കെവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ്. പേര് ക്രിസ്റ്റി കവൻട്രി എന്നാണ്. ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ഉപദേശകനായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? ഡോക്ടർ എസ് സോമനാഥ്. ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ഉപദേശകനായി നിയമിക്കപ്പെട്ട മലയാളി ഡോക്ടർ എസ് സോമനാഥ്. ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേര് എന്താണ്? ബോങ്കോ സാഗർ. ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേര് എന്താണ്? ബോങ്കോ സാഗർ എന്നാണ് പേര്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. കുറച്ച് അധികം പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് കോൾഡ് ആയതുകൊണ്ട് അധികം ക്ലാസ് എടുക്കുമ്പോൾ തൊണ്ടയ്ക്ക് കുറച്ച് സ്ട്രെയിൻ ആയി മാറുകയാണ്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിൽ എത്തിക്കാനായിട്ടൊന്ന് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.